ലുക്ക് ഓഫീസ്. എടി നമ്മള് വന്ന സ്ഥലം തെറ്റി. ഇത് ലുക്ക് ഓഫീസാണ് സാറേ. താലൂക്ക് ഓഫീസ് എവിടെയാണ്? താലൂക്ക് ഓഫീസ് തന്നെയാണിത്. ഇതോ? അപ്പൊ ഇവിടെ ലുക്ക് ഓഫീസ് എഴുതി വെച്ചേക്കണത് എന്റെ അത് താ മാഞ്ഞു പോയതല്ലേ? അപ്പൊ ഒരു താങ്കളെ എഴുതി വെച്ചൂടെ ഈ വന്ന ആൾക്കാരെ എങ്ങനെ ഇടകളാക്കാൻ വേണ്ടിട്ട്? അല്ല അതെന്താ സാർമാര് ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഈ ഒരു താഴെ എഴുതാൻ വേണ്ടിട്ടോ? ഈ ഒരു തായല്ലൊക്കെ ഇവിടുത്തെ എല്ലാ ബോർഡും ഇങ്ങനെയാണ്, എല്ലാം കൂടി ഒരുമിച്ചാവും. അല്ല നിങ്ങളിപ്പോ എന്താ വന്ന്? ഞങ്ങളിവിടെ ഓഫീസറിനെ കാണാൻ വന്നാണ്. എന്താ കാര്യം? എന്താ നിങ്ങൾ ഓഫീസറാ? അല്ല ഞാനിവിടെ അപ്ലിക്കേഷനിസ്റ്റാണ്. എന്താ ഈ അപേക്ഷയൊക്കെ എഴുതി തയ്യാറാക്കി കൊടുക്കാൻ ഇരിക്കുന്ന ആളാണ്. നിങ്ങക്ക് മനസ്സിലായില്ലേ? ഈ ഓഫീസിന്റെ ഒക്കെ തുന്നമ്മല് സ്റ്റാമ്പ് ഒക്കെ കൊടുത്ത് അപേക്ഷ ഒക്കെ പൂരിപ്പിക്കണ ഒരാളില്ലേ? സ്റ്റാമ്പ് കൊടുക്കണ ആളാ നിങ്ങള്? ചിലർ അങ്ങനെയും പറയും. നിങ്ങൾക്ക് എന്ത് കിട്ടും? അല്ല നിങ്ങളെപ്പോലുള്ളവരൊക്കെ എഴുതി കൊടുത്ത എന്തെങ്കിലുമൊക്കെ തന്നാ ശരി. അങ്ങനെ വെച്ചോ? കുഴപ്പമില്ല, ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അവരായിട്ടുള്ള ഒരു സഹകരണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ എന്താ ഞാൻ ചേട്ടിയെ പറഞ്ഞു കൊടുക്കാൻ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഏരിയ കംപ്ലൈന്റ് ആണോ ചേഞ്ച് ഓഫ് സർവേ ആണോ? എന്നുവെച്ചാല് എന്താണ് നിങ്ങളുടെ പരാതി? അതെ, ഞങ്ങളുടെ മോക്ക് കൊടുക്കാൻ വച്ചേക്കുന്ന വസ്തുവിൽ നിന്ന് ഒരു 3.5 സെന്റ് കാണാനില്ല. അപ്പൊ ഏരിയ കംപ്ലൈന്റ് ആണ്. അതിനെ നികുതി അടച്ച റെസിറ്റും പിന്നെ ആധാരത്തിന്റെ കോപ്പിയും തരും, ഞാൻ എഴുതി ശരിയാക്കി തരാം. അത് നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ കയ്യിലുണ്ട്. സ്റ്റാമ്പൊക്കെ ഞാൻ തന്നെ എടുക്കാം അല്ലേ? ഒന്നും ഞങ്ങളുടെ ഇല്ല. ആർക്കും ഇവിടുന്ന് തരണോ? അപ്പൊ ഒരു 100 റുപ്യ വരും കേട്ടോ. 100 രൂപയോ ഒരു അപേക്ഷ എഴുതാനാ? ഈ സ്റ്റാമ്പ് അടക്കം എല്ലാം അടക്കം 100 റുപ്യ വരും. സ്റ്റാമ്പിന്റെ കാര്യം അടക്കാണ്. അല്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ. പക്ഷെ നിങ്ങൾ എഴുതി കൊടുത്താ അതേമാതിരി നിങ്ങോട്ട് മടക്കി അയക്കും. ഞാൻ എഴുതി കൊടുത്താ ഒരു പ്രശ്നമില്ലാണ്ട് പെട്ടെന്ന് അത് ശരിയാവും. അതാണ് ശരി. നമ്മളൊന്നും എഴുതി അവർക്ക് വായിക്കാൻ കിട്ടൂല. ഈ അപേക്ഷ അടക്കം കൊണ്ട് കൊടുത്താൽ അപ്പൊ അങ്ങനെ ആവട്ടെ. പൈസ കിട്ടിയില്ല. പൈസ കാണല്ലേ? അത് വിട്ടേ ശരിയാവും. എന്റെ 10 റുപ്യ ഉണ്ടെങ്കിൽ കുറച്ചാളാ ഉണ്ടെങ്കിൽ. അല്ല ഇത് എന്താവശ്യം വിളിച്ചോ, ഞാൻ ഇവിടെ ഉണ്ടാവും. അല്ല ഇതിപ്പോ എവിടെ കൊടുക്കണ്ടേ? അത് അകത്തെ ചെയിൻമാൻ ഉണ്ട്, ലോലിതൻ സാറ്, അവിടെ കൊടുത്താൽ മതി. ലോലിതൻ അല്ലേ? ശരി, ജോലിതൻ സാറ്. ജോലിതൻ സാറേ ഈ ഇത് മറ്റേ ചെയിൻ എവിടെയാണ്? ജ്വല്ലറിയിൽ. ചെയിൻമാൻ സാറ് അതെ അവിടെ. ഇവിടെ ഇപ്പൊ എന്താണ് ഇത്? ഫോട്ടോ വെച്ച് പോയേക്ക. ഇവിടെ ആളൊന്നുമില്ല. സാറേ എന്താ? അല്ല ഇവിടെ ഇപ്പോ ആളില്ലല്ലോ. അവിടെ ഫോട്ടോ മാത്രം വെച്ചേക്കാണ്. ഫോട്ടോ മാത്രമല്ല, അവിടെ ചെയിൻ ഉണ്ടല്ലോ. ചെയിൻമാൻ സാറേ ഞങ്ങളുടെ 3.5 സെന്റ് കാണാനില്ല. ചെയിൻമാൻ സാറേ. എന്താ നിങ്ങളെന്താ ആളെ കളിയാക്കണ? അല്ല അപ്പൊ ഞങ്ങളെന്താ ചെയ്യാ സാറേ? ഇവിടെ ഇപ്പൊ ഇത് ചെയിൻ ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ പറയാ. അവിടെയുള്ള ആളവിടെ വരും. അല്പസമയം അവിടെ വെയിറ്റ് ചെയ്യും. അല്ലേ? അത് ഞങ്ങക്ക് അറിയില്ല, അത് കാരണമാണ്. ഇതാണ് സാറ് ആള് തന്നെ. ഒന്ന് ചോദിക്കണ്ട പോവാ. ഭ്രാന്താണ്. പോരെ. ഒന്നും ചോദിക്കണ്ട സാറേ, ഞങ്ങക്ക് പറ്റില്ല. ഇത് ഇവിടുത്തെ ഇതിന്റെ ഓഫീസർ എവിടെ? ഇതിന്റെ ആളെവിടെ? ഈ ചെയിൻ പിടിച്ചിട്ട് ആ ഫോട്ടോയിൽ നിൽക്കണ ആളെവിടെ? അത് ആ സാറിനോട് ചോദിച്ചാൽ മതി, സാറ് പറഞ്ഞു തരും. സാറേ ഈ ഫോട്ടോയിലത്തെ ചെയിൻമാൻ സാറ് എപ്പോഴാ വരിക? ചെയിൻമാൻ ഞാനാണ്. ഈ ഫോട്ടോയിലെ ആള് നിങ്ങൾക്ക് അറിയില്ല? അല്ല ഇത് ചെയിൻമാൻ സാറാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതല്ല, ഈ ഫോട്ടോയിലെ ആള് നിങ്ങൾക്ക് അറിയില്ല? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ ഓഫീസിലത്തെ ആൾക്കാരനെ? ദിസ് ഈസ് ബ്രൂസ്ലി. അരി കഷ്ടം തന്നെ. ഇയാൾക്ക് ശരിക്കും ഭ്രാന്താവുണ്ട്. ഞങ്ങളുടെ മൂപ്പരൊന്നും ഉണ്ട്. അതെ ഞങ്ങൾക്ക് ഒരു ആരോടാ പറഞ്ഞ് കേൾക്കണില്ല.
ഹലോ സാറേ, പറയൂ. ഞങ്ങൾക്കൊരു അപേക്ഷ തരാനുണ്ട് ഇവിടെ. അപേക്ഷ തരൂ. അപേക്ഷ കേട്ടോ. ദാ. എന്ത് വെച്ചാലായി? എന്തിനപ്പോ വേസ്റ്റ് ഹോട്ടലിട്ടത്? ഇതിൽ വേസ്റ്റ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടോ? അല്ല, അപ്പൊ അത് വേസ്റ്റ് ഹോട്ടെന്ന് കണ്ടറിയില്ലേ? ഇതോ? ഇതെന്താണ്? ഇത് അപേക്ഷ പെട്ടിയാണ്. രക്ഷിക്ക് വളച്ചേ ഇവിടുന്ന് ചങ്ങലിരിക്കുന്ന വേസപ്പുറത്ത് ഒന്നും ഉണ്ടാനും പറ്റൂല. വല്ല ഭ്രാന്താച്ചാല 3.5 സെന്റ് കാണാനില്ലെന്ന് പറ. സാറേ, ഞങ്ങളുടെ 3.5 സെന്റ് കാണാനില്ല. അതിനുള്ള അപേക്ഷയാണ് അത്. നിങ്ങളാ ഇതിലിട്ട് നിങ്ങളെ അപേക്ഷ പറ്റി നോക്കിട്ട് പറയാം. നോക്കിയിട്ട് പറയാം. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനിയിപ്പോ അപേക്ഷ തന്നല്ലോ. അപേക്ഷ തന്ന് തന്നിട്ട് നിങ്ങൾക്ക് പോവാ. അത് ശരി, നിങ്ങളത് കത്തിക്കും കൂട്ടിയിട്ടിട്ട് അല്ലേ? അല്ലാണ്ട് എന്താ പറയണത്? ഇത് അപേക്ഷ പറ്റിയാന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടണ്ടേ? നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ ഇങ്ങനത്തെ അപേക്ഷ പറ്റിയാണ്ടണ്ട. സാറേ, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എനിക്കും ഇവിടെ കുറച്ച് തിരക്കുണ്ട്. നിങ്ങൾ പൊയ്ക്കോ, ശരിയാക്കോ അത്. അല്ല, അപ്പൊ എപ്പോഴാ വരണ്ടേ? എപ്പോഴാ വരേണ്ട? പേടിക്കണ്ട, ഞാനിതൊന്നും കാണുന്നില്ലേ, കുഴപ്പമില്ല. അല്ല, ഞങ്ങൾ അപേക്ഷ അവിടെ കൊടുത്തിട്ടുണ്ടേ. നിങ്ങൾ ആ അപേക്ഷ എടുത്തോണ്ടേ. ഞങ്ങളോ? ഞങ്ങോട്ട് പോവില്ല. നിങ്ങൾ കണ്ടില്ല ഇപ്പൊ ഈ കാട്ടിക്കൂട്ടി ഒക്കെ എത്ര നേരം? ലോലിത, ആ അപേക്ഷ കൊണ്ടുവന്നേ. മറ്റുണ്ട് താരം വീട് വരുന്നുണ്ട്. സാറേ, അപ്പൊ ഇത് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചൊന്ന് ശരിയാക്കി കൂടെ? ഇതങ്ങനെ എവിടെയെങ്കിലും കാണിച്ച് ശരിയാക്കാൻ പറ്റില്ല. ഇതല്ലേ പറഞ്ഞ ആ മനുഷ്യനൊന്ന് എവിടെയെങ്കിലും കാണിച്ചുകൂടാ? അയാൾക്ക് തലക്ക് സുഖല്യങ്ങൾ എത്ര നേരം നിങ്ങൾ ഇത് കാണുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ അത് ശരിയാക്കണോ ഇത് ശരിയാക്കണോ? അല്ലെ, ഞങ്ങൾക്ക് ഇത് ശരിയാക്കിയാ മതി. നിങ്ങൾ പ്രശ്നം എന്താ വെച്ചാൽ പറയും. ഞങ്ങക്ക് 3.5 സെന്റ് സ്ഥലം ഇപ്പൊ കാണാനില്ല സാറേ. ഞങ്ങളുടെ സ്ഥലത്ത് ഏരിയ വിസ്തീർണം എത്ര ഉണ്ട്? 8 സെന്റ് അല്ലോ. അയ്യോ, 8 സെന്റോ? 8 സെന്റാണ്, ഏക്കറല്ല. അയ്യോ, അപ്പൊ അളക്കം ഒരുപാട് സമയം എടുക്കുമല്ലോ. എന്താ ഈ പറഞ്ഞ? ഞങ്ങൾ ആ പൊരയുടെ മേടിക്കുമ്പോ തന്നെ ആകെ 1/2 മണിക്കൂർ കൊണ്ടാണ് മൊത്തത്തിൽ അളഞ്ഞു വന്നത്. അത് പ്രൈവറ്റ് അളവ്. ഇത് അതുമാതിരി അല്ല, ഇത് സർക്കാർ അളവാണ്. ഇത് അങ്ങനെ എങ്ങനെയെങ്കിലും അളന്ന് തിരിക്കാൻ പറ്റില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു തെറ്റും വരാതെ വേണം അളക്കാൻ. അതേമാതിരി സൂക്ഷിച്ചളന്നപ്പോഴാ ഞങ്ങളുടെ 3.5 സെന്റ് കാണാണ്ടായത്. അല്ല, ആ 3.5 സെന്റ് എവിടെ പോയി? അതൊക്കെ ആ രാജേശ്വരി അമ്മയുടെ കയ്യിലുണ്ട്. അപ്പൊ 20-ാം തീയതി നമുക്ക് ഫിക്സ് ചെയ്യാം. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എന്നാ 20-ാം തീയതി നേരത്തെ കൂട്ടി ഇങ്ങോട്ട് വരാം. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അത് ശരി. പിന്നെ അതിന് വേണ്ട ഏർപ്പാടൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. ഏർപ്പാടെന്ന് വെച്ചാല്? ഏർപ്പാടെന്ന് വെച്ചാൽ നമുക്ക് അളക്കാൻ വേണ്ട കുറ്റി, കയറ്, പിന്നെ 3-4 സ്കിൽഡ് ലേബേഴ്സ് വേണം. ഒന്ന് ഞാൻ പോരെ സാറേ? കുറ്റിയായിട്ടാ കയറായിട്ടാ? ഇവിടെ ഈ ചെയിൻ പിടിച്ച് പരിചയമുള്ള 3-4 ആൾക്കാർ വേണം. പിന്നെ ഒരു മരം വെട്ടുകാരൻ വേണം. അല്ല, സ്ഥലം അളന്നാ മതി, മരമൊന്നും വെട്ടണ്ട. അതല്ല, നമ്മൾ ഈ റേഞ്ച് ചെയ്യുമ്പോ വഴിയിൽ തടസ്സമുള്ള മരങ്ങളൊക്കെ വെട്ടി മാറ്റേണ്ടി വരും. ആയിക്കോട്ടെ, ഞാൻ തടസ്സം പറയണ്ട. മരം വെട്ടുകാരൻ വേണം, ജലദേവതയും വേണം. 20-ാം തീയതി. അപ്പൊ എന്നാ ശരി കേട്ടോ. ഇങ്ങനെ പറയാം, ഇതേപോലെ. മണി 10:30 കഴിഞ്ഞിട്ടാ. ഇക്ക 8 മണിക്ക് വരൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10:30 വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എന്താണ്, ഞാൻ എന്റെ തോളിൽ ഏറ്റിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അവരുടെയൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ പറയണ സമയത്ത് എത്തിക്കാൻ പറ്റുമോ? വരുമ്പോ വരട്ടെ. കോഴിക്ക് അന്ന് ഞങ്ങൾ പോയൊരു ചായ കുടിച്ചിട്ട് വരട്ടെ. 10:30 ആയില്ല. നിങ്ങള് കൊറേ നേരം വെറുതെ നിന്ന് ക്ഷീണിച്ചല്ലേ, പോയിട്ട് ചായ കുടിച്ചിട്ട് വരെ. ചായ കുടിച്ച് വന്നിട്ട് വെറുതെ ഇരിക്കാം. അപ്പൊ ഇന്നും നടക്കൂല്ലേ ഇത്? നടക്കൂല പറഞ്ഞ ആൾക്കാർ വരണാവും. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് അളക്കാൻ പറ്റൂല. അതിന്റെ ഓഫീസർമാര് വരണ്ടേ. ഞാനൊരു കാര്യം പറയാ, നടന്നാലും നടന്നില്ലേലും ശരി, ഞങ്ങളുടെ പൈസ കിട്ടണം. ഇവരെയും പിരിച്ചു വിടണ ഈ ടൂൾസിനൊക്കെ വാടകയും കൊടുക്കേ. ഇതല്ലേ ടൂൾസ്, അതൊക്കെ കൊടുക്കാം നമുക്ക്. നിങ്ങളിപ്പോ ചായ കുടിച്ചിട്ട് വരിക ആദ്യം. പാലേട്ടാ, അതൊക്കെ അവിടെ വെച്ചേ. വാ വെച്ചോ. വാ. നമ്മളെ കാര്യങ്ങളൊന്നും നടക്കണ്ട. നിങ്ങള് പൊറോട്ട ഇറച്ചി നിന്നാ മതി. ഈ ഇവിടെ എന്തേലും ഉണ്ടാക്കിണ്ടോ? ഒരു ഗ്ലാസ് ചായ കുടിക്കാന്?
അതെങ്ങനെയാ ഞങ്ങളുടെ കൂടെ രാവിലെ തൊട്ട് ഞാൻ അവിടെ നിക്കല്ലേ പിന്നെ അങ്ങനെ ഉണ്ടാക്കണു? ആ അപ്പൊ അനക്കും പണിയില്ല, എനിക്കും പണിയില്ല, വന്നവർക്കും പണിയില്ല, വരാനിരിക്കണവർക്കും പണിയില്ല. പണിയില്ലാത്തൊരു വളപ്പ്. സാറേ ജാതി കൊലച്ചത് എന്നോട് ചെയ്യരുത് സാറേ. എന്താ കൊലച്ചത്? നിങ്ങൾ 20-ാം തീയതി വീട്ടിൽ കളക്കാൻ വരാന്ന് പറഞ്ഞല്ലേ? 20-ാം തീയതി വരാന്ന് പറഞ്ഞില്ല. ആ വരാന്ന് പറഞ്ഞാണ് എന്റെ പേര് കോയ. അങ്ങനെ എഴുതി വെച്ചിട്ട് 20-ാം തീയതി കോയയുടെ വീട്ടിൽ വരും. 20-ാം തീയതി നോക്കട്ടെ. ആ വെള്ളം വെക്കണ്ട, ഒക്കെ ഏർപ്പാടാക്കണം എന്നൊക്കെ ആ പറഞ്ഞു. അത് പോസ്റ്റ്പോൺ ചെയ്തൊക്കെയല്ലേ? ആര്? അത് പോസ്റ്റ്പോൺ ചെയ്തു, അതായത് അളവ് മാറ്റി വെച്ചു. അല്ല അപ്പൊ ഞങ്ങൾ അറിയിക്കണ്ടേ? അത് അങ്ങനെയുള്ള പോസ്റ്റ്പോൺ ചെയ്തത് പെട്ടെന്നായിരിക്കും, അത് നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല. സാറേ അന്ന് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 4000 രൂപ ചെലവായത്. ആ നിങ്ങൾക്ക് 4000 രൂപ ചെലവായ എന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. അതെന്താ നിങ്ങൾ കാരണക്കാരൻ? ഫീസ് അടച്ചായിരുന്നു. ഇപ്പൊ ഫീസോ? എന്ത് ഫീസ്? പിന്നെ ഫീസ് അടക്കാണ്ട് ഇവിടെ നിന്ന് ഇത് ചെയ്യാൻ പറ്റുമോ അളവ്? അല്ല അപ്പൊ അത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഇവിടുന്ന് ഫീസ് അടക്കണോ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കരുതി നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടാവുന്നു. ഇവിടെ ഫയൽ വന്ന് ഞാൻ നേരെ നോക്കിയപ്പോലെ അറിഞ്ഞത് ഫീസ് അടച്ചിട്ടില്ല. എന്തെന്നാ ഈ പറഞ്ഞത്? ഞങ്ങളൊരു കാര്യം പറഞ്ഞേൽപ്പിച്ച അപ്പൊ നിങ്ങൾ പറയേണ്ട സാറേ, ഞങ്ങൾക്കറിയാം ഇവിടുത്തെ ഓരോ സംഗതികള്. ഇതൊക്കെ അന്വേഷിക്കണ്ടേ? അതെ ഇത് അടക്ക. ഇത് അടച്ചാല് പിന്നെ വന്ന് അടക്കുവോ നിങ്ങള്? ഫീസ് അടച്ചാൽ എന്ത് ബുദ്ധിമുട്ട് ഞങ്ങൾ തന്നെ നടന്നു തരാം. സാറേ ഇത് അടച്ചിട്ട് വേണം, എന്റെ മോളുടെ കല്യാണാണ്, അതൊന്ന് നടത്താനായിട്ട്. അല്ല അതൊക്കെ വേണ്ട, ഇവിടെ ഇത് ഫയലിനകത്തുണ്ട്. നിങ്ങൾ കളക്ടറിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ മേടിച്ച മോളെ കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഇനിയിപ്പോ എപ്പോഴാ ശരിയാക്കാത്? എങ്ങനെ ഇനിയിപ്പോ എപ്പോഴാ ശരിയാക്കാന്നത് എനിക്കറിയില്ല. അത് പറയേണ്ടത് ഹെഡ് സർവേയർ ആണ്. അത് ഹെഡ് സർവേയർ അവിടെ ഉണ്ട്. ഈ ഫയലും കൊണ്ട് അങ്ങോട്ട് പോകും. ഇതായിട്ടോ? ആ അപ്പൊ ഇതിപ്പോ ഞാൻ അവിടെ ചോദിക്കോ അടച്ചിട്ടില്ലാന്ന്? അത് അവിടെ കൊടുത്താൽ മതി. ഫീസ് അടച്ചിട്ട് അവിടെ പോയി കൊടുക്കണം. ഫീസ് അടച്ചിട്ട്? ആ ഫീസ് അടച്ചിട്ട് അവിടെ പോകും. അതെവിടെയാണ് നടക്കണ്ടേ? ഫീസ് ക്യാഷ് കൗണ്ടറിൽ. ആ ഓ നിങ്ങൾക്ക് കുറച്ച് വിവരം വ്യത്യാസമല്ലോ, പറഞ്ഞു കൊടുത്തൂടെ? ഇതിപ്പോ ഞങ്ങൾക്ക് വിവരം ഉണ്ടായിട്ടും കാര്യം എന്താ അറിയണ്ടേ കാര്യങ്ങള്? സാറേ. ഓ നല്ലൊരു സാറ്. സാറേ ഹെഡ് സർവേയറിനെ കാണാൻ പറഞ്ഞ അവിടുന്നേ. ആ ആ ഞാനാണ്, കണ്ടോളൂ. അല്ല ഞങ്ങളുടെ ഈ സ്ഥലം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അളക്കണ്ടേ? ശരി ഇരിക്കൂ. ആ നിങ്ങളല്ല, നിങ്ങൾ എണീക്കൂ, അങ്ങോട്ട് മാറി നിൽക്കൂ. മാഡം ഇരിക്കൂ. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. സ്ത്രീകൾ നിൽക്കുമ്പോ പുരുഷന്മാർ ഇരിക്കുന്ന ഒരു നല്ല പ്രവണതയല്ല, എനിക്കത് തീരെ ഇഷ്ടമല്ല. അത് ശരി. ആഹാ. സാറ് അല്ല സാറ് സാറാണല്ലോ അല്ലേ? അപ്പൊ ഇരിക്കാം. അപ്പൊ ശരി. ഫയൽ എവിടെ? ഫയൽ തരൂ. ഫയൽ ഇന്ത്യയിലാണ്. എങ്കിലത് തരൂ. ഓ ഇതാ കൃത്രിമം കാണിച്ച ഫയലാണല്ലോ. എന്ത് കൃത്രിമോ? ഫീസ് അടക്കാതെ സർക്കാരിനെ പറ്റിച്ച് സർവേ നടത്താൻ ശ്രമിച്ച ഫയല്. അത് അറിവില്ലായ്മ കൊണ്ടാണ് സാറേ. അറിവില്ലായ്മ ഒരു അവകാശമല്ല. അതും അറിയില്ലായിരുന്നു സാറേ. യഥാർത്ഥത്തിൽ ഈ സ്ഥലം നിങ്ങളുടെ പേരിൽ തന്നെ ഉള്ളതാണോ? അതെ. അല്ല എന്തപ്പോ സാറിന് അങ്ങനെ ഒരു സംശയം ചോദിക്കാൻ? സംശയം കൊണ്ട് അതെന്താ സംശയം ഉണ്ടാവാൻ പാടില്ലേ? അല്ല പാടും, എന്നാലും ഞങ്ങളുടെയാണ് സ്ഥലം. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തണ്ടപ്പേര് പറയൂ. കോഴിക്കോയാന്ന് അയക്കാൻ എല്ലാരും വിളിക്കാറുണ്ട്. കോഴിക്കോയ. ആ അത് തണ്ടപ്പേരല്ല, അത് ഇരട്ടപ്പേര്. തണ്ടപ്പേരെന്ന് പറഞ്ഞ നമ്പരാണ്. നമ്പര് പറയൂ. നമ്പറ് ഫോൺ നമ്പറാ? തണ്ടപ്പേര് പറയൂ. അല്ല അറിയില്ല. അറിയില്ല. അങ്ങനെ ചോദിച്ചാ അറിയില്ല. അങ്ങനെ ചോദിച്ചാൽ അത് അറിയണം. അറിയണം. പട്ടാധാരൻ നിങ്ങളല്ലേ? അല്ല അല്ല പട്ടാളക്കാരൻ എന്റെ അനുജനാണ്. പട്ടാളക്കാരനല്ല, പട്ടാധാരൻ. പട്ടാധാരൻ അങ്ങനെ ഒരാള് ഞങ്ങളുടെ കുടുംബത്തിലില്ല. പട്ടയം പിടിച്ചത് നിങ്ങളല്ലേ? അല്ലോ അത് വെറുതെ പറയാനാണ്. ഇക്ക അങ്ങനത്തെ ആളൊന്നുമല്ല. ഞാൻ എന്നാ വരാ അങ്ങനെ ഒരാളുടെ മുതലും പിടിച്ചെടുത്തിട്ടില്ല സാറേ. അങ്ങനത്തെ ഒരു കൂട്ടരല്ല ഞങ്ങള്. അങ്ങനെയൊന്നും ചെയ്യില്ല ഞങ്ങൾ. ഇതിലെ ഈ ഒടുക്കിന്റെ സ്വഭാവം ശരിയല്ലല്ലോ. അതാ ശ്രീധരാസാന്റെ കയ്യിൽ കൊടുത്താൽ മതി, അപ്പൊ തന്നെ ശരിയാക്കി തരും. അതല്ല, ഇതിലെ ഫീസ് അടച്ചതിന്റെ എൻട്രി ശരിയല്ലാന്ന്. അതിപ്പോ സാറിന്റെ മാറ്റൊരു സാർ തന്നെയാണ് അപ്പുറത്തുനിന്ന് അത് ശരിയാക്കി തന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല സാറേ. എനിക്ക് എല്ലാത്തിനും സംശയമുണ്ട്. എനിക്കും അതെ.
എനിക്ക് എല്ലാത്തിന്റെ ഒറിജിനൽ കാണണം. ആ അല്ല അത് കാണിക്കാലോ സാറേ. സാറ് വീട്ടിൽ വന്ന എല്ലാത്തിന്റെ ഒറിജിനൽ അവിടെ ഇരിക്കണ്ട, അതൊക്കെ സാറിന് കാണിച്ചു തരാം. സാർ എന്നാ വീട്ടിൽ അളക്കാൻ വരുന്നേ? ഞാൻ 10-ാം തീയതി വരാം. ഞാൻ സാരിയൊക്കെ ശരിക്കട്ടെ. അപ്പൊ സാറ് 10-ാം തീയതി വീട്ടിലേക്ക് അളക്കാൻ വരും? അതെ 10-ാം തീയതി വരാം. ഒരു കാര്യം ചെയ്യ്, അവിടെ സാറേ കുറച്ചധികം സ്ഥലം പോയിട്ടുണ്ട്. ഇത് മറ്റേ ഇതിപ്പോ ഞങ്ങളുടെ അതിൽ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നതല്ലേ? അതാ മറ്റേ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ. ഇങ്ങനെ കോണോട് കോണല്ലാത്ത പോവാ. ആദ്യം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരുന്നു ഇവിടെ. തിരിച്ചു വാ. സാറേ ആ കണ്ണാടിക്കല്ലേ മൂലടാ അതിരില്ല. അതൊന്ന് കുത്തി നോക്കണം, ചിലപ്പോ അത് മാറ്റിയിട്ടാൽ സ്ഥലം കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങളിത് പിടിക്കാൻ വന്നാളല്ലേ? അറിയാൻ കാര്യങ്ങൾ ഈ സ്ഥലം അങ്ങനെ കുറയാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. സാറേ ഉണ്ട് 3.5 സെന്റ് സ്ഥലം ഇപ്പൊ നമുക്ക് നിലവിൽ ഇവിടെ ഇല്ല. അതിപ്പോ ഈ സ്ഥലം അവര് അപ്പുറത്തെ സ്ഥലം കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ആ സ്ഥലം കുറവ്. അപ്പൊ എങ്ങനെ പരിചയം അതൊക്കെ കഴിഞ്ഞാ? പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അവിടെ പോയിക്കോ. അപ്പൊ എങ്ങനെയാണ്, എത്രയാണ്? അതിപ്പോ 3-3.5 സെന്റ് കൂടുതൽ കിട്ടിയല്ലേ പോയിക്ക, സന്തോഷമായിട്ട് ഇങ്ങോട്ട് താന്നേ. അതിപ്പോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയല്ലേ, അല്ലാതെ പുതിയതൊന്നല്ലല്ലോ. എന്നാലും പോയി കിടന്നത് നമ്മള് തിരിച്ചു പിടിച്ചില്ലേ? ഇപ്പൊ ഞാൻ കായൊക്കെ കൊടുത്തുങ്ങളിലൊക്കെ വരുത്തിയത്. അപ്പൊ അത് എത്ര പറയും? അതിപ്പോ ഞാൻ എന്തേലും പറഞ്ഞിട്ട് കുറഞ്ഞു പോയാ ഇക്കാക്ക് ഒരു സങ്കടം, അത് വേണ്ടെങ്കിൽ തന്നെ. അപ്പൊ ഇതിരിക്കട്ടെ. അത് വെച്ചോളി. വേറെ ആൾക്കാരുണ്ട്. ഇത് അവർക്കൊക്കെ 700 രൂപ വെച്ച് കൊടുക്കണം. ശരി തന്നെയാണ്, അതൊക്കെ കൊടുക്കാം, അവർക്കൊക്കെ കൊടുക്ക് കാര്യങ്ങൾ. പോലെ എന്താ സിനിമയില് വെറുതെ കുന്തം പിടിച്ചേക്കണ മാതിരി നിന്നിട്ടാണ് ഇപ്പൊ ഈ കായ് മേടിച്ചോളണത്. 3.5 സെന്റ് കിട്ടിയില്ലേ? 3.5 സെന്റ് കിട്ടിയതിന്റെ വാപ്പ കാരണമാരെ. ഞാനിപ്പോ അനക്കെന്താണ്? ഒരിക്കൊന്നും ഉണ്ടാൻ പാടില്ല. ഞാൻ മൊബൈലും കേട്ട് ഞാൻ അവരുടെ എന്താന്ന് നോക്കട്ടെ. സാറേ ഒരു മിനിറ്റ്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞുതരാം സാറേ. സാറിന് 1000, എനിക്ക് 750, മൂപ്പർക്ക് 500, എനിക്ക് 2000 വേണം. അപ്പൊ എനിക്ക് 1500, 1000, അപ്പൊ മൊത്തം 4500. 500 രൂപ വണ്ടിക്കായിട്ട് 5000 രൂപ മേടിക്കാം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഒരു 500 രൂപയും കൂടെ എനിക്ക് തരണം. എനിക്ക് വേണ്ട. എന്തിനാണ് സാറേ? അല്ല എനിക്ക് വേണ്ട. ഞാൻ ആരാണ്? സാറ് ഹെഡ് സർവേർ. തല ഉണ്ടെങ്കിലേ പാലാടൂ. എന്നാലും ഈ തല പൊട്ടിത്തെറിക്കാൻ നോക്കിക്കോണം. എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്. അല്ല അതല്ല, ഈ അളന്നിട്ട് എങ്ങനെയുണ്ട് ചോദിക്കാം. അളന്നിട്ട് ഒരു 4 സ്ക്വയർ മീറ്റർ കുറവാ. ആർക്ക്? രാജേശ്വരി അമ്മക്കാണോ അതോ അമ്മക്കാണോ? അല്ല അതിപ്പോ ആർക്കാണെന്നുള്ളത് ഇപ്പൊ ഓഫീസിൽ റെക്കോർഡ് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. അതെ അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ല, പഴയ പൊരയിടൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. അതെ, പക്ഷെ ഞാൻ കാൽക്കുലേറ്റർ കൂട്ടി നോക്കി. 4 സ്ക്വയർ മീറ്റർ കുറവാ. സാറേ ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ ടേപ്പിന്റെ തലപ്പൊന്നും ഇല്ലല്ലോ, അതൊക്കെ പോയിരിക്കണ്. ഈ 8 സെന്റ് അളക്കുന്നതിന് ഇപ്പൊ ടേപ്പിന്റെ തല കുറച്ച് പോയാലെന്താണ്? ഒരു കുഴപ്പമില്ല. താൻ സർവൻ ലെവലിംഗ് പഠിച്ചിട്ടുണ്ടോ? വളഞ്ഞു നിൽക്കുന്ന സാധനത്തെ നിവർത്തി നിർത്തുന്നതിനാണ് ലെവലിംഗ് എന്ന് പറയുന്നത്. അതെ അതെ, അങ്ങനെ വെച്ചാൽ എന്റെ വല്യമ്മാനോട് ഉടനൊന്നും ഇവിടെ വരാൻ പറയും. ഓളുടെ വല്യമ്മ അങ്ങനെ നടുത്തിരി വളഞ്ഞിട്ടാണ്, അതൊന്ന് നിർത്തി കിട്ടിയാ നന്നായി. ഇതേ വളഞ്ഞ ആളുകളെ നിവർത്തുന്നതിനല്ല ലെവലിംഗ് എന്ന് പറയുന്നത്. അല്ല അല്ലേ? ഞാൻ നിങ്ങളോട് സ്കിൽഡ് ലേബേഴ്സ് വേണമെന്ന് പറഞ്ഞതല്ലേ? പിന്നെ നിങ്ങൾ ഈ വഴി പോകുന്ന ആളുകളെ പിടിച്ച് അടക്കാൻ നിർത്തി കഴിഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇൻസ്ട്രുമെന്റിനെ കുറ്റം പറയരുത്. ഇൻസ്ട്രുമെന്റിനെ കുറ്റം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ്. സാറേക്ക് പിന്നെ ഈ അളവൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടിയാൽ മതി, അല്ല വേറെ ഒന്നുമില്ല. അതിന് ആ സർവേറോട് ചോദിക്കും. ആരെ? അവിടെ നിൽക്കില്ല ഒരാള്, ആ തടിച്ചാട്. സാറേ നിങ്ങളാ ഇതൊക്കെ ഒന്ന് അളവിന്റെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഒന്ന് പെട്ടെന്ന് ശരിയാക്കി. സാറേ ഞാനേ നിങ്ങളുടെ കാര്യം മറന്നു. ഞാന് ഇന്റെ ഈ അളവൊക്കെ എപ്പോഴാ ഒന്ന് ശരിയാക്കി കിട്ടുക? അതൊക്കെ ചെയിൻമാനോട് ചോദിച്ചാൽ ആള് പറഞ്ഞു തരും. ചെയിൻമാൻ ആരാണ്? ചങ്ങലം കൊണ്ട് പോയ ആളില്ലേ? ആളോട് ചോദിക്കും, ആള് പറയും. ചെയിൻമാൻ സാറേ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടത്? ഇനിയിപ്പോ ഇതൊന്ന് വേഗം ശരിയാക്കി കിട്ടാൻ. ഫീൽഡ് വർക്ക് കഴിഞ്ഞ് ഫീൽഡ് ബുക്കിലാക്കി കഴിഞ്ഞു. അതെല്ലേ? അപ്പൊ ഇനിയിപ്പോ സ്കെച്ച് ചെയ്ത് വിടണം. എന്തൊക്കെ നിങ്ങൾ പറയണ ഭാഷക്ക് മനസ്സിലാവില്ല. എന്ത് ചെയ്യണം? ഞാൻ ഇപ്പൊ ഞങ്ങൾ 3 പേരുണ്ട്, ടാക്സിക്കാര്. അതിനൊക്കെ ഞാൻ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു വിടണം. അല്ല എന്തപ്പോ സാറേ പറയേണ്ടത് പറഞ്ഞോളി, എന്നാ അതുകൊണ്ട് പറയാലോ.
കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ അതന്നെ തന്നെ എല്ലാവരും അതന്നെ കാര്യം അത് ചെയ്യാം സാറേ നിങ്ങൾ പറഞ്ഞോളേ നിങ്ങൾ പറഞ്ഞ നമ്മക്ക് അത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ എത്ര എന്നാ പറഞ്ഞോളെ തന്നാ മതി. ഇതാ ഇത് ഇരിക്കട്ടെ. ആ എന്തായാലും ഒരു സ്കെച്ചിങ് എല്ലാം കഴിഞ്ഞല്ലേ? ആ കഴിഞ്ഞു കഴിഞ്ഞ് നമ്മളെ പ്ലാൻ ചെയ്ത അനുസരിച്ചുള്ള സ്കെച്ചിങ് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. ആ എന്തായാലും ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ നീ അതിന്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടി വരും. എന്നാ പിന്നെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സ്കെച്ച് ചെയ്താൽ മതി. എനിക്കറിഞ്ഞൂടാ. എന്റെ കൂടെ പറഞ്ഞ സ്കെച്ച് ഞാൻ ചെയ്തു. ഒരു ചെറിയ സ്കെച്ച് കുറവുണ്ട്. ആ എന്നാ പറ. ഒരു ചെറിയ സ്കെച്ച് തെളിയാണ്ട്. സ്കെച്ചാ? എന്നാ സാറേ ഇനിയിപ്പോ അത് തെളിയാണ്ട് കണ്ട എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങള് സന്തോഷമായിട്ട് പടച്ചോനെ ശരിക്കും വരുന്ന സ്കെച്ച് തെളിയിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പൊ സന്തോഷമായി. ആ ശരി ശരി. അല്ല മോളുടെ കല്യാണം പറഞ്ഞല്ലോ. ആ മോളുടെ കല്യാണാണ്. എന്താ ഞങ്ങളാരും വിളിക്കുന്നില്ലേ? അപ്പൊ പിന്നെ ഞാനത് പോകുമ്പോ പറയാച്ചിട്ട് ഞാൻ മറന്നു. അടുത്ത വ്യാഴാഴ്ചയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വരണോ? ആ നമ്മുടെ ഈ പ്രിയ ഓഡിറ്റോറിയം അറിയില്ലേ? പ്രിയ. അയ്യോ അത് കുറച്ച് ദൂരല്ലേ? ആ ഒരു 22 കിലോമീറ്റർ. ഓഫീസിന്റെ അവിടെ നിന്ന് 30 കിലോമീറ്റർ ഉള്ളൂ. അതെ 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 അതന്നെ. അപ്പൊ അവിടെ വന്നാൽ മതി. നിങ്ങളെല്ലാവരും ഒരു 5 മണിക്ക് എത്തണം. അവിടെ നിങ്ങൾക്ക് വേണ്ടിട്ട് വൈകുന്നേരം ഒരു പാർട്ടി തന്നെ ഞാൻ ശരിയാക്കി ആയിക്കോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അന്ന് അവിടെ തങ്ങാം. ഒരു റൂമും കൂടി അവിടെ ബുക്ക് ചെയ്തേക്ക്. ബുക്ക് ചെയ്യാം. ഇതിന്റെ തന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ ആൾക്കാർ തന്നെ ലോഡ്ജിന്റെ അവിടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ AC ആയിക്കോട്ടെ. AC ആകുമ്പോ പിന്നെ AC ആവാ. നല്ല ചിക്കൻ ബിരിയാണി വെച്ചിട്ട് ഒരുപാട് നാളായി. അതെ 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 അത് ഞാൻ ശരിയാക്കാം. എന്നാ പിന്നെ അങ്ങനെ അങ്ങനെ ആവട്ടെ. എല്ലാരും പറഞ്ഞ ആരും മുടങ്ങരുത്. എല്ലാരും പറഞ്ഞു നമ്മളിപ്പോ പരിചയക്കാരല്ലേ, അങ്ങനെ വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ ഒരു സന്തോഷത്തിന് എല്ലാരും എത്തിയ സന്തോഷായി. അതെന്തായാലും അടഞ്ഞു കിടക്കാണല്ലോ. ഇവിടെ ഒന്നും ആരുമില്ല. ഒരാളനക്കൊന്നുമില്ലല്ലോ ഇവിടെ. ഓഡിറ്റോറിയം തന്നെ സാറേ. അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് അതെ ഇത് തന്നെയാണെന്ന് എനിക്കറിയാം. പ്രിയ ഓഡിറ്റോറിയം തന്നെയാണ്. ഇതല്ലേ പ്രിയ ഓഡിറ്റോറിയം? നമ്മളിപ്പോ ചോദിച്ചപ്പോ പറഞ്ഞില്ലേ? ഉണ്ടോ? ഇല്ല, അമ്പലത്തിന്റെ ഫ്രണ്ടില് പ്രിയ ഓഡിറ്റോറിയം അന്ന് ചോദിച്ചപ്പോ പറഞ്ഞാണ്. സാർ ഇവിടെ ഒരു നിങ്ങളൊരു കാര്യം മാസമായിട്ട് ചെയ്യും, കല്യാണം ആളുടെ നമ്പർ കയ്യിലില്ലേ? ഞാൻ വിളിക്കാത്ത വിളിച്ചോക്ക്. ബാലേട്ടാ ഇതിപ്പോ സാധനങ്ങൾ ഇവിടെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാലേ നമുക്ക് അവിടെ ആ പിഞ്ഞാമ്പുറത്ത് കുറച്ച് പണി വേറെ ഉണ്ട് കേട്ടാ. ആ ഇവിടെ 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 ഇപ്പൊ തൽക്കാലം ഇങ്ങളൊരു ഓല എടുത്തുള്ളൂ. ഇനിയും കൊണ്ടുവരാൻ പറഞ്ഞ ഞങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഒരു വട്ടം എടുത്തത്. ഇങ്ങനെ എന്ന് വൈകുന്നേരം വരെ ഈ പണി തന്നെ ചെയ്തോണ്ടിരിക്കൊണ്ടോ വരും. നിങ്ങളൊരു 5-8 ഓല ഒരുമിച്ച് എടുത്തോണ്ടിരേ കേട്ടോ. ഹലോ ഹലോ കോയല്ലേ? അതെ ആരാണ്? ഞാൻ ലോലിതൻ ചെയിൻമാൻ. എന്തേ? ഞങ്ങളിവിടെ പ്രിയ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്താണ് അവിടെ? നിങ്ങളല്ലേ പറഞ്ഞ കല്യാണം ഉണ്ടോ? കല്യാണോ? ആരുടെ കല്യാണോ? നിങ്ങളുടെ മകളുടെ. അതെ അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടാ. നിങ്ങൾ വിളിച്ച് ഞങ്ങളെ അറിയിക്കണ്ടേ പോസ്റ്റ്പോൺ ചെയ്തെങ്കിൽ? അല്ല അതിപ്പോ പോസ്റ്റ്പോൺ ചെയ്യണത് അറിയിക്കണ്ട നിങ്ങൾ തന്നെയല്ല എന്ന് പറഞ്ഞേ. എന്തോന്നു പോസ്റ്റ്പോൺ ചെയ്ത് കട്ട് ചെയ്ത്? നിങ്ങൾക്ക് മാത്രം പോസ്റ്റ്പോൺ ചെയ്താൽ പോരല്ലോ, എല്ലാവർക്കും പറ്റും പോസ്റ്റ്പോൺ ചെയ്യാൻ. പലട്ടെ വേം ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ്പോൺ അല്ല കൊണ്ടുവന്നിട്ട് ഇവിടെ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തെന്ന്. അപ്പൊ നമ്മള്